ചതയം നക്ഷത്രം 100 നക്ഷത്രങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് ചതയം നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അധ്വാനശീലരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമായ ചതയ നക്ഷത്രക്കാർ പൊതുവെ ധീരരും സമർത്ഥരും ആയിരിക്കും. സ്നേഹവും സൗമ്യതയും ത്യാഗശീലവും ദൈവീകമായ കാര്യങ്ങളിൽ ഉള്ള താല്പര്യവും ഇവരുടെ പൊതു സ്വഭാവമാണ്. വിശാലമായ നെറ്റി, നീണ്ട് ഉയർന്ന നാസിക, ആകർഷണീയമായ കണ്ണുകൾ, സൗമ്യതയെ പ്രകാശിപ്പിക്കുന്ന മുഖം, മാർദ്ദവമുള്ള ശരീരം, അല്പം കുടവയറ് ഇതെല്ലാം തന്നെ ചതയം നക്ഷത്ര ജാതരുടെ പ്രത്യേകതകളാണ്. മാത്രമല്ല അന്യാദൃശ്യമായ കർമ്മകുശലതയും ഉദാരമായ പെരുമാറ്റവും ഇവരുടെ കിരീടത്തിലെ പൊൻതൂവലുകൾ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭാഗ്യവാന്മാരെന്നോ ഉന്നത കുടുംബത്തിലെ വ്യക്തിയെന്നോ തോന്നിക്കുന്ന ഒരു പ്രത്യേക ലക്ഷണവും ഇവർക്കുണ്ടാകും. പുഷ്ടിയുള്ള ശരീരപ്രകൃതി ആയിരിക്കുന്ന ഇവർക്ക് വ്യായാമത്തിലും കായിക വിനോദങ്ങളിലും താല്പര്യമുണ്ടായിരിക്കും. ഇവർക്ക് മുൻകോപം കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി കഴിയുന്നതും ആരോടും അഹിതമായി പെരുമാറാനോ സംസാരിക്കാനോ ഇവർ മുതിരാറില്ല. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ തന്നെ ശുദ്ധഹൃദയരായ ഇവർക്ക് സാമാന്യ മര്യാദയുടെ പേരിൽ ഒരു സങ്കോചവും ബാധിക്കാറുണ്ട്. വലിയ ആദർശനിഷ്ഠരായ ഇവർ കഴിവതും സത്യധർമാദികളെ കൈവിടാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ ആദർശത്തിന്റെ പേരിൽ തന്നെ ഇവർക്ക് വലിയ ശത്രുക്കളെയും മത്സരങ്ങളെയും നേരിടേണ്ടതായും വന്നേക്കും. സങ്കുചിത ചിന്താഗതി കുറവായിരിക്കുന്ന ഇവർക്ക് ഉപകാരപ്രദമായ പ്രവൃത്തികൾ വഴി വിരോധികളെ വരെ സുഹൃത്തുക്കളാക്കി മാറ്റാനുള്ള സാമർഥ്യവും ഉണ്ടായിരിക്കും. സ്വാർത്ഥലാഭം കൂടാതെ നിഷ്പക്ഷമായും നീതിനിഷ്ഠമായും കാര്യങ്ങളെ നോക്കിക്കാണുന്ന ചതയ നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശോഭിക്കാറുണ്ട്. എന്തിനെക്കുറിച്ചായാലും ശരി, ഇവർക്ക് ഒരു അഭിപ്രായം തോന്നിയാൽ അത് പിന്നെ മാറ്റുവാൻ കുറച്ച് പ്രയാസമായിരിക്കും. ബുദ്ധിശക്തിയും കർമ്മകുശലതയും ഉള്ളവരാണ് ഇവരെങ്കിൽ കൂടി ചില കാര്യങ്ങളിൽ ഇവർ ചഞ്ചലചിത്തരും ആയിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സ്ഥിര പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന ഇവർക്ക് ഭാഗ്യം പൊതുവെ അനുകൂലവും ആയിരിക്കും. ആരോഗ്യ വിഷയത്തിൽ മെച്ചമായ നില പുലർത്തുന്നവരാണ് ഇവരെന്ന് തോന്നിക്കാമെങ്കിൽ കൂടി വാസ്തവത്തിൽ നിസ്സാരമായ ഏതെങ്കിലും കാരണമുണ്ടായാൽ കൂടി ഇവർ പെട്ടെന്ന് ക്ഷീണിതരാകും. വേദനകളോ വിഷമതകളോ അശേഷം സഹിക്കുവാനും ഇവർക്ക് പറ്റിയെന്ന് വരില്ല. വികാരാസക്തി പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് കൂടിയിരിക്കും എന്നതിനാൽ തന്നെ സന്മാർഗിക ജീവിതത്തിൽ ഇവർ അത്രയൊന്നും മെച്ചപ്പെട്ടവർ ആയിരിക്കില്ല. എങ്കിലും തങ്ങളുടെ അഭിമാനത്തിനും അന്തസ്സിനും ഹാനി കൂടാതെ അവയിലെല്ലാം തന്നെ ഒരു സൂക്ഷ്മത പുലർത്താനും ഇവർക്ക് കഴിയുന്നതാണ്. ഇവരുടെ രഹസ്യങ്ങൾ വളരെ ബുദ്ധിപൂർവമായും കരുതലോടും കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റാർക്കും അവയെക്കുറിച്ച് ഗ്രഹിക്കുവാനും കഴിയാറില്ല. സ്വജനങ്ങളെ കൊണ്ട് ഇവർക്ക് മിക്കവാറും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. പിതൃസംബന്ധികളായിരിക്കുന്നവരെ കൊണ്ടും കാര്യമായ ഗുണം പൊതുവെ ഇവർക്ക് കുറവായിരിക്കും. സഹോദരങ്ങളെ കൊണ്ട് പലവിധ പ്രയാസങ്ങളും ഉണ്ടാകും. ബന്ധപ്പെട്ടവർക്ക് വേണ്ടി എന്ത് സഹായവും ഏത് സന്ദർഭങ്ങളിലും ആവശ്യപ്പെടാതെ പോലും ചെയ്തു കൊടുക്കാൻ ഇവർ തയ്യാറാകാറുണ്ടെങ്കിൽ കൂടി സ്വജനങ്ങളുമായി രമ്യമായൊരു ജീവിതം ഇവർക്ക് സാധ്യമായെന്ന് വരാറില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ അത്ര സംതൃപ്തരായി കാണുന്നില്ല. ജാതകത്തിൽ ശനിവ്യാഴന്മാർ പരസ്പരം ത്രികോണഭാവത്തിൽ നിന്നാൽ കല്യാണം കഴിയാതെ ഇരിക്കാനും ഇടയാകും. ജാതകത്തിൽ ഇത്തരം കുഴപ്പങ്ങളില്ലാത്ത ചതയ നക്ഷത്രക്കാർക്ക് സ്വസ്ഥമായ കുടുംബജീവിതം സാധ്യമായിരിക്കും. ഇവരുടെ ഭാര്യമാർ ഐശ്വര്യവതികളും ഭരണശേഷിയുള്ളവരും ആയിരിക്കും. എങ്കിലും ഇവരുടെ കുടുംബജീവിതത്തിൽ ഏതോ ഒരു കുറവ് കണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത് പുറമേയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും വരില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കാഴ്ചയിൽ ശാന്ത സ്വഭാവക്കാരായിരിക്കും. എങ്കിലും മുൻകോപം ഇവർക്ക് അല്പം കൂടുതലായിരിക്കും. ദൈവീകമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് നല്ല താല്പര്യവും ഉണ്ടായിരിക്കും. വിവേകവും നല്ല പെരുമാറ്റവും ഇവരിൽ കാണാമെങ്കിലും ക്ഷിപ്രകോപം കൊണ്ട് ഇടയ്ക്കിടെ കുടുംബകലഹവും ഉണ്ടായേക്കും. ഭർത്താവിൽ അളവറ്റ സ്നേഹബഹുമാനങ്ങൾ ഇവർക്കുണ്ടായിരിക്കാമെങ്കിൽ കൂടി ദാമ്പത്യ ജീവിതത്തിൽ അത്ര തന്നെ ഇവർ സന്തുഷ്ടരായിരിക്കില്ല. ജാതകപ്രകാരമുള്ള ദോഷവശങ്ങൾക്ക് വിവാഹത്തിനു മുമ്പേ പ്രതിവിധികൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താവുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം 9 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ത്വക്ക് രോഗങ്ങൾ, രക്തദൂഷ്യ രോഗങ്ങൾ എന്നിവ ഇടയ്ക്കിടെ ബാധിച്ചേക്കും. ഈ സമയം ചില അപകടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഈ സമയം അത്ര മെച്ചമല്ല. വിദ്യാഭ്യാസ കാര്യത്തിലും ശ്രദ്ധക്കുറവ് ഉണ്ടായേക്കും. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായ സമയമാണ്. വിദ്യാഗുണം, ആരോഗ്യാദി അഭിവൃദ്ധി, കുടുംബാഭിവൃദ്ധി, മാതാപിതാക്കൾക്ക് ഗുണം എന്നിവ ഈ സമയത്തിൽ ഉണ്ടാകും. സ്ത്രീകൾക്ക് ഈ സമയത്തിനുള്ളിൽ തന്നെ വിവാഹം സാധ്യമായെന്നും വന്നേക്കും.
25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. ധനലാഭം, ഭൂമി ലാഭം, ഗൃഹവാഹനം വിജയം, കുടുംബജീവിത വിജയം എന്നിവയ്ക്കൊപ്പം തന്നെ യാത്രാക്ലേശം, അധ്വാന ഭാരം, ബന്ധുജന വിരഹം എന്നിവയും അനുഭവമാകും. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായ സമയമാണ്. ശാന്തവും സന്തോഷപൂർണവുമായ ജീവിതം നയിക്കാൻ ഈ സമയം സാധിക്കുന്നതാണ്. 61 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം കുറച്ച് ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. ധനനഷ്ടം, ആരോഗ്യഹാനി, ബന്ധുജന വേർപാട് തുടങ്ങിയ ദോഷവശങ്ങൾ ഈ സമയത്തിൽ അനുഭവമാകും. 68 വയസ്സിന് ശേഷം ജീവിതം പൊതുവെ സമാധാനപരമായിട്ടായിരിക്കും മുന്നോട്ട് നീങ്ങുക. ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ ഉത്രട്ടാതി, അശ്വതി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളും കന്നിരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രം, അത്തം, ചിത്ര എന്നീ നക്ഷത്രങ്ങളുമായിരിക്കും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് ശനിദശയും കേതുദശയും സൂര്യദശയും പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന കാലഘട്ടമായിരിക്കാൻ ഇടയുള്ളതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. തിരുവാതിര, ചോതി, ചതയം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. ചതയം നക്ഷത്രവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. നക്ഷത്രത്തിൻ്റെ അധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും സർപ്പക്കാവിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതും ഗുണപ്രദമാണ്. രാശിയുടെ അധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായ ശാസ്താഭജനം, ശനിയാഴ്ച വ്രതം, അന്നദാനം തുടങ്ങിയ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ജന്മവൃക്ഷം കടമ്പാണ്. കുതിരയാണ് മൃഗം, മയിൽ പക്ഷി, സ്ത്രീ യോനി, അസുരഗണം, വരുണനാണ് താരദേവത. ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4 ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. ഭാഗ്യദിക്ക് പടിഞ്ഞാറും ഭാഗ്യനിറം കറുപ്പുമാണ്. ചതയം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികളുടെ അനുയോജ്യമായ രത്നം ഗോമേതകമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക.